ഓൾ ടൈം ഹൈയിൽ നിന്ന് 30% ഡിസ്കൗണ്ട് ലഭിക്കുകയും ഇപ്പോൾ കറക്ഷൻ ആൻഡ് കൺസോൾട്ടേഷൻ ഫേസിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം 2% ഇടിഞ്ഞ് 799 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.94 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 7, ഡിവിഡൻഡ് yield 0.38%, 52 വീക്കിലോ 696, 52 വീക്ക് ഹൈ 1179. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 20%-ലേറെ കറക്റ്റ് ആവുകയും ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും 32%-ലേറെ ഡിസ്കൗണ്ട് ലഭിക്കുകയും ചെയ്യുന്നു. ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റ് 2025 ജനുവരി മാസം മുതൽ ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെയും ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെയും വിലയിൽ 3% വർധനവ് വരുത്തുന്നു എന്ന അപ്ഡേറ്റാണ്. ഈ വർധനവ് 2025 ജനുവരി മാസം മുതലായിരിക്കും ആപ്ലിക്കബിൾ ആവുക. മാരുതി സുസുക്കി, ഹ്യുണ്ടായി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, MG മോട്ടോർ തുടങ്ങിയ കമ്പനികൾ ആൾറെഡി വില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ലക്ഷറി കമ്പനികളായ മെഴ്സിഡസ്, ഓഡി, BMW തുടങ്ങിയ കമ്പനികളും വില വർധനവ് പ്രഖ്യാപിച്ചു. ഉയർന്ന ഇൻപുട്ട് കോസ്റ്റും ഇൻഫ്ലേഷനെയും കേട്ടർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനികൾ വില വർധനവ് നടപ്പിലാക്കുന്നത്. തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 0.44% ഇടിഞ്ഞു. ഹ്യുണ്ടായി മോട്ടോഴ്സ് 1.8%, ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം 2% ഇടിഞ്ഞു. മഹീന്ദ്ര, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകളിലും വീക്ക്നെസ് പ്രകടമായിരുന്നു. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലർ അസോസിയേഷൻ ഓഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം നവംബർ മാസത്തെ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 13.7% ഡ്രോപ്പും കൊമേഴ്സ്യൽ വെഹിക്കിൾ സെയിൽസിൽ 6.1% ഡ്രോപ്പും വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. കൂടാതെ ഡിമാൻഡ് കുറഞ്ഞതിനെ തുടർന്ന് ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് അവരുടെ ഇൻവെൻ്ററി ലെവൽസിൽ മാറ്റം വരുത്താനും നിർബന്ധിതരായിരിക്കുന്നു. ഇവിടെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെയും കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെയും ഡിമാൻഡ് കുറഞ്ഞത് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. അതേസമയം ടാറ്റ മോട്ടോഴ്സ് ഇപ്പോഴും ഓൾ ടൈം ഹൈയിൽ നിന്ന് 35%-ലേറെ കറക്ഷന് ലഭ്യമാണ്. കൂടാതെ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ ഫേസിലുമാണ്. ഇവിടെ സ്റ്റോക്കിന് 770 രൂപയ്ക്ക് അടുത്ത് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 770-നും 800-നും ഇടയിലുള്ള റേഞ്ചിൽ സ്റ്റോക്ക് കഴിഞ്ഞ 5 ആഴ്ചയായി കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. 820 എന്ന ലെവൽ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 900, 920 പോലുള്ള ലെവലുകൾ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഭാരത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.2% ഉയർന്ന് 314 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.3 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 50.60, ഡിവിഡൻഡ് yield 0.70%. 6 മാസം കൊണ്ട് 10% റിട്ടേൺ നൽകിയ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കഴിഞ്ഞ ദിവസം 634 കോടി രൂപയുടെ ഒരു ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ആകാശ് മിസൈൽ സിസ്റ്റം, ടെലിസ്കോപ്പിക് സൈറ്റ് ഫോർ ഗൺസ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്, ജാമേഴ്സ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡറാണ് ബെൽ എന്ന കമ്പനി അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 634 കോടി രൂപയുടെ ഓർഡറാണ്. ഇതുവഴി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ടോട്ടൽ ഓർഡർ ബുക്ക് 8,828 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. സ്റ്റോക്ക് ഒരു നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഇയർ ടിൽ ഡേറ്റിൽ 69% റിട്ടേണും, ഒരു വർഷം കൊണ്ട് 96% റിട്ടേണും, 5 വർഷം കൊണ്ട് 816%-നടുത്ത് റിട്ടേണും നൽകി. ഈ സ്റ്റോക്കിന് ICICI സെക്യൂരിറ്റീസ് എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 380 രൂപയുടെ ടാർഗറ്റ് നൽകി. ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. കൂടാതെ സെക്ടറിൻ്റെ വാല്യൂഷനേക്കാളും താഴ്ന്ന വാല്യൂഷനിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. സെക്ടറിൻ്റെ വാല്യൂഷൻ 67-ഉം സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 50-ഉം, ROE 24%-നടുത്തും. പ്രൊമോട്ടേഴ്സിന് 50%-ന് മുകളിൽ സ്റ്റേക്ക് ഹോൾഡിംഗുമുണ്ട്. ICICI സെക്യൂരിറ്റീസ് BEL എന്ന സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം റീസെൻ്റ്ലി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പുറത്തുവിട്ട 21,772 കോടി രൂപയുടെ 21,772 കോടി രൂപയുടെ മിലിറ്ററി അക്വിസിഷൻ ഡീലിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബെല്ലായി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ്. BEL എന്ന കമ്പനിക്ക് സുഖോയ് എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള EWS പാക്കേജ് സെറ്റ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഷിപ്പിംഗ് ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളുടെ ഓവറാളിങ്ങുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പാസ്സാക്കിയ ഇത്രയും വലിയ തുക മെയിൻ്റനൻസ് ആക്ടിവിറ്റി വഴി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു PSU സെക്ടറിലെ കമ്പനിയാണ് BEL എന്ന സ്റ്റോക്ക്. അതുകൊണ്ട് BEL എന്ന സ്റ്റോക്കിനെ വരും ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 345 രൂപയുടെ ടാർഗറ്റാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 16 മുതൽ 17% CAGR ഗ്രോത്ത് 24 മുതൽ 27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുമുണ്ട്.
BEL 314 ട്രേഡ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 325, അതിനുശേഷം 330, 340 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്